വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഓണം വ്ളോഗാണ്. അപ്പോൾ അമ്മ ഇരുന്ന് പൂവ് നുറുക്കുകയാണ്. സമയം രാത്രി 11:30, തലേ ദിവസം നമ്മൾ ഉത്രാടത്തിൻ്റെ അന്ന് 11:30 ആയിട്ടുണ്ട് രാത്രി. നന്ദുട്ടൻ ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ ഇവിടുത്തെ ടൈമായിട്ടൊന്നും സെറ്റായിട്ടില്ല തോന്നുന്നുണ്ട്. കാരണം വന്നിട്ട് ഒരാഴ്ച ആയിട്ട് പോലും ഉറക്കം വരണേ ഇല്ല. ഒരു 12:30 1 മണിയൊക്കെ ആവും ഒന്ന് ഉറക്കം കിട്ടി വരാനായിട്ട് കേട്ടോ. അപ്പോൾ അമ്മ പൂവ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും അവിടെ ഇരുന്ന് ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ പൂവ് വാങ്ങിയിട്ടുണ്ട്. വലിയ കളറുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യം വലിയ കളറും, പക്ഷേ ഒന്നും കൂടി ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇപ്രാവശ്യത്തെ കളത്തിന്. അമ്മയ്ക്കൊരു പൂക്കള മത്സരം ഉണ്ട് കേട്ടോ. അമ്മേൻ്റെ 10th ഗ്രൂപ്പിൽ. അമ്മേൻ്റെ 10th ഗ്രൂപ്പ് ഇപ്പോൾ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 2-3 വർഷമാവാനായി. പക്ഷെ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ അത്. അതിൽ ഒരു പ്രസിഡൻറ്റ്, സെക്രട്ടറി, അങ്ങനെ എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവർക്ക് ഇടയ്ക്ക് ഗെറ്റ് ടുഗദർ ഉണ്ടാവും, അവർ ഇടയ്ക്ക് പുറത്ത് ഔട്ടിങ് ഉണ്ടാവും, പിന്നെ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അവരെ ഗ്രൂപ്പിൽ തന്നെ ആരെങ്കിലുമൊക്കെ സഹായിക്കേണ്ടി വരും. അപ്പം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ പല പരിപാടികളുണ്ട് അവരുടെ ഗ്രൂപ്പിൽ. ശരിക്കും എനിക്ക് അസൂയ തോന്നാറുണ്ട്. എനിക്കുണ്ട് ഒരു 10th ഗ്രൂപ്പ്, അതിലൊരാളെനിക്കില്ല കേട്ടോ. അപ്പോൾ ഈ ഗ്രൂപ്പിൽ പൂക്കള മത്സരം ഉണ്ട്. അപ്പോൾ അതിൽ അമ്മ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ വലിയ ഗംഭീരമാക്കിയിട്ടൊന്നും ചെയ്യണില്ല, എന്നാലും അതിലൊരു അമ്മയ്ക്ക് ഇങ്ങനെ മത്സരങ്ങളിലൊക്കെ നിൽക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും പൂവൊക്കെ വാങ്ങി. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദുബായിലാകുമ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നെന്ന്. ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളത് കണ്ടു നോക്കും കേട്ടോ. ബ്ലൗസും മുണ്ടൊക്കെ വാങ്ങാൻ വേണ്ടി പോകാനാണ്. ഏട്ടൻ്റെ മുഖം കണ്ട എന്താണെന്നറിയോ, ഫ്രണ്ടിൽ നല്ല വെയിലാണ്. അപ്പം പുറത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കണ്ണിലേക്ക് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കുത്തുകയാണ് കേട്ടോ. നല്ല ചൂടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് വരാനാകുമ്പോഴത്തേക്കും ചൂട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ചൂടിൻ്റെ സമയത്ത് ഞങ്ങൾ ദുബായി പോയത് കേട്ടോ. സഫാരിമാളിക്കാണ് പോകണല്ലേ, ഓണത്തിനാണ് ഈ വീഡിയോ. ഓണത്തിനാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അതെന്താ സ്റ്റക്കായ? അപ്പോൾ ഏട്ടനും മുണ്ട്, നന്ദുട്ടനും മുണ്ട് ഒക്കെ വാങ്ങി. നന്ദുട്ടനും ഓൾറെഡി എടുത്തൊരു ഷർട്ട് ഉണ്ടായിരുന്നു, അത് ആദ്യമായിട്ടാണ് ഇടുന്നത്. പിന്നെ ഏട്ടനും പുതിയൊരു ഷർട്ടാണ് ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞ ഏട്ടന് അത് മതിയെന്ന്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അന്ന് തന്നെ വൈകുന്നേരം ഡ്രസ്സൊക്കെ മാറ്റി അവിടുത്തെ നാഷണൽ പാർക്കിൽ പോയിട്ടാണ് ഷൂട്ട് ചെയ്തത് കേട്ടോ. പ്രത്യേകിച്ച് വലിയ കളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, എന്നാലും ഞങ്ങളിങ്ങനെ വെറുതെ പൂവൊക്കെ ഇതാക്കിയിട്ട് ഒരു സെറ്റാക്കിയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടാണ്. അടിപൊളിയായിരുന്നു. കാരണം ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഓണം കൂടി അവിടെ സെലിബ്രേറ്റ് ചെയ്തിട്ട് വരണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ വിസ അടിച്ച സമയത്ത് തന്നെ നമുക്ക് കൺഫേമായി ഓണം കിട്ടൂല എന്ന്. 13-ാം തീയതി ഞങ്ങളുടെ വിസ കഴിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താലോ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ തോന്നി. അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു ശരിയാ എടുക്കാമെന്ന് പറഞ്ഞിട്ടോ. ഏട്ടൻ അങ്ങനെയാണ്, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടന് ബുദ്ധിമുട്ടില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഓക്കെ പറയും. ഇനി പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ഏട്ടന് അത്രയും പറ്റാത്ത സമയമായിരിക്കും. അപ്പോൾ ഞാൻ ബുദ്ധിമുട്ടിക്കാനും പോകില്ല കേട്ടോ. അപ്പം വീണ്ടും നമ്മൾ നാട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 2 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. അമ്മ കളറിടാൻ തുടങ്ങിയിട്ടുണ്ട്. പൂവൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് സെറ്റാക്കി. അമ്മയാണ് കളർ ഇടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മേൻ്റെ ഇഷ്ടത്തിന് കളറ്, അമ്മയ്ക്ക് ഇന്നേക്കാളും കുറച്ചും കൂടി കളർ സെൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ തന്നെയാണ് ഇടാനിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് ഓർമ്മ വന്നത്, അയ്യോ ഇട്ട് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം, കുളിച്ച് സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് തന്നെ സെറ്റായിട്ട് വേണം ഇങ്ങനെ ഫോട്ടോയിൽ ഫസ്റ്റ് ഇങ്ങനെ കളം ഇട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതലുള്ള ഫോട്ടോസൊക്കെ വേണം. അപ്പോൾ അമ്മ അത് കുളിക്കാനൊക്കെ വേണ്ടി പോയി. അപ്പോൾ ഞാനിവിടെയൊക്കെ അങ്ങനെ അലങ്കോലായി കിടക്കുന്നത് കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് അമ്മു ചുമക്കിനെ ഏറ്റിട്ടാ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ്. അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വെറും ചുമയും ഇതൊക്കെ ആയിട്ട് ഭയങ്കര അസ്വസ്ഥതയുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഞാൻ പിന്നെ ഡോറൊന്നുകൂടി ചാരി വെച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ നടക്കണതൊക്കെ സൗണ്ടൊക്കെ കേട്ട് ഇനി അഥവാ ഉറക്കം വരികയാണെങ്കിൽ ആ ഉറക്കം പോകണ്ട വിചാരിച്ചിട്ട് അങ്ങനെ. അപ്പോഴത്തേക്കും അമ്മ കുളിച്ചിട്ടൊക്കെ വന്നു.
അമ്മ കളടാൻ തുടങ്ങി. പിന്നെ നന്ദുട്ടൻ അത് നോക്കി കുത്തിരിക്കുക. ഇപ്പം 2 മണിയാവാനായിട്ടുണ്ട്. എന്നിട്ട് നന്ദുട്ടൻ നോക്കി കുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ ഉറക്കം, പിന്നെ കുറേ നേരം ഇരുന്നപ്പോൾ നന്ദുട്ടൻ ഉറക്കം വന്നു തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു അമ്മേൻ്റെ കൂടെ വന്ന് കിടക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നന്ദുട്ടൻ്റെ കൂടെ പോയിട്ട് നന്ദുട്ടൻ്റെ കൂടെ കിടന്നു. പെട്ടെന്ന് ഉറങ്ങിപ്പോയിട്ടോ നന്ദുട്ടൻ, അത്രയും സമയമായല്ലോ. പിന്നെ ഞാൻ കുറേ നേരം അമ്മയുടെ അടുത്ത് ഇരുന്നു. അങ്ങനെ ഒരു 3 മണിയൊക്കെ ആവാനായപ്പോഴത്തേക്കും എനിക്കും ഉറക്കം വരാൻ തുടങ്ങി. അപ്പോൾ അമ്മ പറഞ്ഞു ഞാനിട്ടോളാം, പോയി കിടന്നോന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ ഞാനും പോയി കിടന്നു. പിന്നെ അമ്മ ഒറ്റയ്ക്കാണ് പൂക്കളം കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കൊടുത്തു, കാരണം ഗ്രൂപ്പിൽ ഇടണ്ടല്ലേ, അതൊക്കെ എടുത്ത് സെറ്റാക്കി കൊടുത്തിട്ട് ഞാനും പോയി കിടന്നു കേട്ടോ. അമ്മ ഇരുന്നും കിടന്നും നടന്നും ഒക്കെ കളട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയി കിടന്നു. അങ്ങനെ രാവിലെയായി ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നന്ദിട്ട് എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ മാള് വന്നത്. മാള് നല്ല പട്ടുപാടൊക്കെ ഇട്ടിട്ട് ആദ്യം വന്നായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊണ്ടയച്ചിട്ടിട്ട് വേറെ ഡ്രസ്സ് ഇട്ട് വന്നു. അപ്പോഴത്തേക്കും അമ്മയും കൂടി അച്ഛനായിട്ട് സംസാരിക്കുകയാണ്. അച്ഛന് ഓണത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് കിഡ്നി സ്റ്റോണിൻ്റെ ഇഷ്യൂ ഉണ്ടായിട്ട് കുറേ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓണത്തിന് അച്ഛന് ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛന് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. പിന്നെ കുറച്ചേ ലീവ് ഉള്ളൂ തോന്നുന്നുണ്ട്. അപ്പോൾ അമ്മ ചിലപ്പോൾ അങ്ങോട്ട് പോകുമായിരിക്കും. അപ്പോൾ എന്താ പറയുക, അച്ഛൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകും. പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടേക്ക് വരാൻ തന്നെ കുറച്ച് അത്യാവശ്യം ടൈം വേണമല്ലോ, വെറുതെ ടൈം പോവുമല്ലേ ലീവ്. അപ്പോൾ അമ്മയും അച്ഛനും കൂടി എങ്ങോട്ടെങ്കിലുമൊക്കെ യാത്ര പോകാമെന്നുള്ള രീതിക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെന്താ, അപ്പോൾ ഇനി കാണാൻ പോണത് ഇത് എൻ്റെ അനിയനാണ്. അവന് ടൂറ് പോകണം, അതിനുള്ള ഷോപ്പിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അമ്മ പോകുമല്ലോ ഓണത്തിന്, ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷം അമ്മ പോകും. അപ്പോൾ അമ്മൂൻ്റെ വീട്ടിൽ നിൽക്കാൻ പറയും. ഞങ്ങൾ പറയാം അമ്മൂൻ്റെ വീട്ടിൽ നിന്നോ, ഓണമൊക്കെ അല്ലേ. അപ്പം ഓന് ടൂറ് പോകണം, ഇവിടെ ക്ലബ്ബിൽ നിന്ന് എല്ലാവരും കൂടി ടൂറ് പോകണം. അപ്പോൾ അതിന് പോകണം, അതിനുള്ള പെടാപാടാണ് ആ കാണുന്നത്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങളൊന്നും സമ്മതിച്ചിട്ടില്ലെങ്കിലും മോനൊരാൾ അനുവാദം കൊടുത്തത്രേ. അത് ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇതിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് ആരാണ് ടൂറ് പോകാൻ അനുവാദം കൊടുത്തതെന്ന് മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാൻ പോവുകയാണ്. നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ ഇപ്രാവശ്യം നല്ല കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ നമ്മൾ സദ്യ ഉണ്ടാക്കുമ്പോൾ എല്ലാ കറികളും വെച്ചുണ്ടാക്കി എന്ത് ചെയ്യും, ബാക്കി വന്നത് ഫുള്ള് ഫ്രിഡ്ജ് കയറ്റും. പിന്നെ അത് ചിലപ്പോൾ എടുത്ത് ഒഴിവാക്കും. പിന്നെ സദ്യയിൽ വരുന്ന വിഭവങ്ങൾ ഫുൾ നമ്മൾ കഴിച്ചോളണമെന്നില്ല. അപ്പോൾ ഈ സദ്യ കാണുമ്പോൾ നല്ല ഗ്രാൻഡാണ് അല്ലേ. അപ്പോൾ ഞങ്ങൾ എന്ത് പണി ചെയ്തു എന്ന് വെച്ചാൽ ഒരു സദ്യ പുറത്തുനിന്ന് വാങ്ങി നമ്മൾ ഒരുമിച്ചാണല്ലോ ഭക്ഷണം കഴിക്കുക. ഒരു ഇലയിൽ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ആ ഒരു സദ്യയിലുള്ള വിഭവങ്ങൾ ഫുള്ള് ഈ ഇലയിൽ വിളമ്പിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ ചോറ്, സാമ്പാർ, പപ്പടം അങ്ങനെയുള്ളതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി, പായസം ഉണ്ടാക്കിയിട്ടാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ആ മറ്റേ വാങ്ങിയ സദ്യയിലുള്ളതാണ്. അങ്ങനെ ഗ്രാൻഡായിട്ട് ഒരു ഓണസദ്യ ഉണ്ടായി. ഞങ്ങൾ അടിച്ചു പൊളിച്ച് സദ്യ കഴിച്ചിട്ടാണ്. പിന്നെ പറയുകയാണെങ്കിൽ പിന്നെന്താ അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അമ്മ പോവാനായി. അവർ പോകാനുള്ള റെഡി ആവുകയാണ്. അപ്പോൾ അവൻ്റെ മദർ ഇൻ ലോക്ക് വാങ്ങിയ സാരി ഒക്കെ എടുത്ത് നോക്കുകയാണ്. അച്ഛൻ്റെയും അമ്മേൻ്റെയും മുണ്ടോ സാരിയൊക്കെ എടുത്ത് നോക്കി സെറ്റാക്കി ആളെന്ന് സ്വയം മടക്കിയൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ടൂറിൻ്റെ ആണ്. അച്ഛൻ തന്ന പൈസ ഓൾക്കായി കൊടുത്താണ്. ഞാൻ 10 പേരുടെ ഉള്ളിൽ ഒന്ന് ഇളകിയാൽ മതി. 15 പേരെ എണ്ണിയപ്പോഴത്തേക്ക് കുട്ടി ചാടിയാ ഇതുവരെ ഇല്ലാത്ത അച്ഛൻ പോണേ സമ്മതം ചോദിച്ചാ സമ്മതം കൊടുത്താ ഇറങ്ങി പോകുന്നത്. അപ്പോൾ കുട്ടി അച്ഛന് അനുവാദം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അനുവാദം ഒന്നും വേണ്ടല്ലോ. ഞങ്ങൾ കുറേ ചിരിച്ചിട്ട് അതുകൊണ്ട് പിന്നെ എന്താ പറയുക. അപ്പോൾ അവൻ ടൂറ് പോകുന്നുണ്ട്, അത് ഉറപ്പായി. അമ്മൂനെ കൊണ്ടാക്കിയിട്ട് നേരം കിട്ടി വന്നിട്ട് പിന്നെ ടൂറ് പോകും. പിന്നെന്താ പറയുക, ഞങ്ങളെ കുഞ്ഞാവ നല്ല ആരോഗ്യത്തോടിട്ട് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്.
പിന്നെന്താ ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആണ്, എല്ലാവരും വെയിറ്റിംഗ് ആണ്. ദൈവത്തിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരാപത്തും വരാതെ കുഞ്ഞാവ് വരട്ടെ. അങ്ങനെ ഒരു പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ അമ്മ വീണ്ടും ടൂറ് പോകണോ വേണ്ടതെന്ന് ചോദിക്കണം. അപ്പോൾ ഓൻ പറയാണ് ഞാനും പോകണ്ടേ, നെയ്യും പോകണ്ട, ഇവിടെ നിന്നോന്ന്. അപ്പോൾ അതേതായാലും നടക്കൂലല്ലോ. അങ്ങനെ അവർ മാളും നന്ദുട്ടനും വീണ്ടും കളിക്കാൻ വേണ്ടി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ മറ്റവർ പോകാനായിട്ട് വണ്ടി കയറിന്. അങ്ങനെ അവർ പോയി. പിന്നെ ഞങ്ങൾ മാത്രമായി. പിന്നെന്താ പറയുക, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഓണം വിശേഷം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെയും എൻ്റെ ഫാമിലീനെയും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർച്ചയായിട്ട് കാണുന്നവരും സപ്പോർട്ട് ചെയ്യാതെ പോകരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. കമൻറ്റിൽ ആരും ഒന്നും മിണ്ടുന്നില്ല, എന്നിട്ട് എൻ്റെ വാട്സപ്പിൽ വന്നിട്ടാണ് പറയുക നന്നായിരുന്നടി അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ആ പറയുന്നവരോടാണ്, പിന്നെ അല്ലാത്തവരോടും കൂടിയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തൂടെ. അപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓണം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.